വന്നല്ലോ വനമാല. ഹാഷ്മി നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. എന്നെ ഉപദ്രവിക്കാൻ എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതും കൊണ്ട് തന്നെയാണ്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ എനിക്ക് ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്ക് ഉണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയില്ലേ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. എന്താടാ പിന്നെ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് അതിലൊരു ചതി ഇല്ലേ എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. സർ, പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണമെന്ന്. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിലെന്തോ അവസരമുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് വിളിക്കാടാ, ഞാൻ നിന്നെ കാറ്റ് വിളിക്കാം. സാർ, ഞാൻ അനാവശ്യം പറയരുത് കേട്ടോ. ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റിപ്പറഞ്ഞെന്നും ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നൊന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നേനെ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. പകരം ഹാഷ്മി എന്താണ് ചെയ്തത്? എന്റെ ഫേസ്ബുക്കിൽ ഞാൻ നിഷ്പക്ഷമായി പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയത്തെ എടുത്തു പറഞ്ഞു വെച്ചുകൊണ്ട് BJPയുടെ രാഷ്ട്രീയമെന്നും ഭാരതവിരുദ്ധ രാഷ്ട്രീയമെന്നും പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ അവിടെ തുടങ്ങിയ വിഷയത്തിൽ അവസാനം വരെ ഹാഷ്മി പോയിക്കൊണ്ടിരുന്നത് എന്നെ ഒരു BJPക്കാരനാക്കി വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു. അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം. I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവാക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു BJPയുടെ വക്താവല്ല, ഹാഷ്മി എനിക്കിതിന് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ സത്യവും ശരിയും എപ്പോഴൊക്കെ BJPയുടെ ഒപ്പം നിന്നിട്ടുണ്ടോ, സത്യവും ശരിയും എപ്പോഴൊക്കെ എന്റെ രാജ്യത്തിനൊപ്പം നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഹാഷ്മിക്ക് പൊള്ളുന്നത് ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ്. മര്യാദക്ക് സംസാരിക്കണം. ഞാൻ ഉയർത്തിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ഹാഷ്മി തയ്യാറായോ? ഹാഷ്മി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഹാഷ്മിക്ക് സാബു ജേക്കബിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. എന്നാലും ചില സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. മതി പോയിക്കോ.